Good evening, students. Today I am going to take the next topic, that is interest rate, that is simple interest and compound interest. എന്താണ് simple interest and compound interest? And do you know what is interest? Interest എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ interest is paid to the lender by the borrower for using money for a specified period of time. അതായത് ബോറോവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടം മേടിക്കുന്ന ആൾ, ലെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടം കൊടുക്കുന്ന ആൾ. അപ്പം ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻട്രസ്റ്റ് ഈസ് പെയ്ഡ് ടു ദ ലെൻഡർ ബൈ ദ ബോറോവർ ഫോർ യൂസിങ് മണി ഫോർ എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം. അതായത് ഒരു പർട്ടിക്കുലർ സമയത്തേക്ക് നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് കടം മേടിച്ചു കഴിഞ്ഞിട്ട് നമ്മളത് ഉപയോഗിക്കുക. അപ്പോൾ തിരിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ പലിശ എന്ന് നമ്മൾ പറയും അല്ലേ? അപ്പോൾ അതോടെ ചേർത്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് വേരിയസ് ടേംസ് ആൻഡ് ജനറൽ റെപ്രസെൻറ്റേഷൻ ആർ ആസ് ഫോളോസ്. അപ്പോൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്ത് വേരിയസ് ടേംസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, പ്രിൻസിപ്പൾ. പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഒറിജിനൽ സം ബോറോസ് ആൻഡ് ഡിനോട്ടഡ് ബൈ പി. അതായത് ഒറിജിനൽ സം, അതായത് നമ്മൾ കടം മേടിക്കുന്ന ആ ഒറിജിനൽ എമൗണ്ട്. ഇപ്പോൾ നമ്മളൊരു 10,000 റുപ്പീസാണ് കടം മേടിക്കുന്നതെങ്കിൽ ആ 10,000 റുപ്പീസിന് നമുക്ക് എന്തെന്ന് പറയാം? പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയാം. ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ പി. അത് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയായിരിക്കും? ക്യാപിറ്റൽ ലെറ്റർ പി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ടൈം. ദ ടൈം ഫോർ വിച്ച് മണി ഈസ് ബോറോവ്ഡ്. അതായത് നമ്മൾ കടം മേടിക്കുന്ന സമയം, തിരിച്ചു കൊടുക്കുന്ന സമയമായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമല്ലോ, ടൈം പീരീഡ് വേണമല്ലോ. ഇപ്പോൾ 1 ഇയറിലേക്കാണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ 1 ഇയറാണ് അവിടുത്തെ ടൈം പീരീഡ്. മനസ്സിലായി? അപ്പോൾ ടൈം പീരീഡ് അതാണ് എന്തെന്ന് പറയുന്നത്? ടൈമും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെ നമുക്ക് ഡിനോട്ട്, ഇവിടെ സ്മോൾ ലെറ്റർ എൻ ആണ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ ഫോർമുലയിൽ ക്യാപിറ്റൽ ലെറ്റർ എൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എൻ അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ എൻ, ക്യാപിറ്റൽ ലെറ്റർ എൻ നിങ്ങൾ ഡിനോട്ട് ചെയ്താൽ മതി. ഫോർമുല എന്ന് പറയുന്നത് ക്യാപിറ്റൽ എൻ ആണ്. ഓക്കെ, അപ്പോൾ എൻ എന്താണ്? ടേം ഓഫ് ദ ലോൺ. ടേം ഓഫ് ദ ലോൺ മീൻസ് ഇത്രയേ ഉള്ളൂ, ടൈം പീരീഡ്. എത്ര ടൈം? ഇപ്പോൾ 3 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ആ 3 എന്നുള്ളതാണ് എൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്? റേറ്റ്. റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെൻറ്റേജ്, എത്ര പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. മനസ്സിലായോ? ദ റേറ്റ് അറ്റ് വിച്ച് ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ഒറിജിനൽ സം. അതായത് ഒറിജിനൽ സമ്മിൽ നിന്നും നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. എത്ര പെർസെൻറ്റേജ് ഇൻട്രസ്റ്റിൽ വേണം ഈ എമൗണ്ട് കൊടുക്കാൻ. മനസ്സിലായോ? ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ആർ. സ്മോൾ ആർ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്, ക്യാപിറ്റൽ ആർ നമ്മൾ യൂസ് ചെയ്യും. ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് റേറ്റ്. പെർസെൻറ്റേജ് നമുക്കിപ്പോൾ 0.3% ഇത്ര വർഷത്തേക്കിന് ഞാൻ ഇത്ര എമൗണ്ട് കടം കൊടുക്കുകയാണ്. അപ്പോൾ 0.3 എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എമൗണ്ട്. എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സം ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റ്. അതായത് നമ്മൾ മേടിക്കുന്ന പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റും നമ്മൾ കൊടുക്കുമ്പോൾ ഈ മേടിച്ചതിൻ്റെ കൂടെ ഇൻട്രസ്റ്റും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ? ദാറ്റ് ഈസ് എമൗണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എമൗണ്ട് എന്ന് പറയുന്നത്. ദ സം ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റ്. ഓക്കെ, ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എ. അത് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ക്യാപിറ്റൽ ലെറ്റർ എ. അപ്പോൾ ഇൻട്രസ്റ്റ് എന്നുള്ളത് നിങ്ങൾ വളരെ ഡീപ്പായിട്ട് ക്ലിയർ ആയിട്ട് പഠിക്കണം. ഓക്കെ, പ്രിൻസിപ്പൾ എന്താണ്, ടൈം എന്താണ്, റേറ്റ് എന്താണ്, എമൗണ്ട് എന്താണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് എവറി ഇയർ ഓൺ ദ ഒറിജിനൽ പ്രിൻസിപ്പിൾ. അതായത് ഒറിജിനൽ പ്രിൻസിപ്പിൾ നിർത്തിക്കൊണ്ട് ഓരോ വർഷവും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് സച്ച് ഇൻട്രസ്റ്റ് ഈസ് കോൾഡ് സിമ്പിൾ ഇൻട്രസ്റ്റ്. അങ്ങനെയുള്ള ഇൻട്രസ്റ്റിന് നമുക്ക് എന്തെന്ന് പറയാം? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയാം. ഹിയർ ഇയർ ആഫ്റ്റർ ഇയർ ഏൺ ത്രൂ ദ ഇൻട്രസ്റ്റ് ഗെറ്റ്സ് അക്യുമുലേറ്റഡ് ആൻഡ് ഈസ് ഡ്യൂ ടു ദ ലെൻഡർ. അതായത് ഓരോ വർഷം കഴിയും തോറും നമ്മൾ ഏൺ ചെയ്യുന്ന ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അത് അക്യുമുലേറ്റഡ് ആയിട്ടാണ് പോകുന്നത്. അത് ലെൻഡറിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ? കടം നമ്മൾ മേടിക്കുന്ന ആർക്കാണ് കൊടുക്കുന്നത്? നമുക്ക് തന്ന ആൾക്കല്ലേ കൊടുക്കുന്നത്. അപ്പം ലെൻഡർ, കടം കൊടുക്കുന്ന ആൾ, അയാൾക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ദിസ് അക്യുമുലേറ്റഡ് ഇൻട്രസ്റ്റ് ഈസ് നോട്ട് ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ഫോർ ദ പർപ്പസ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഇൻട്രസ്റ്റ് ഫോർ ദ ലേറ്റർ ഇയേഴ്സ്. അതായത്
ഈ അക്യുമുലേറ്റഡ് ഇൻട്രസ്റ്റ് എന്താണ് ഈസ് നോട്ട് ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ഫോർ ദ പർപ്പസ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഇൻട്രസ്റ്റ് ഫോർ ദ ലേറ്റർ ഇയേഴ്സ്. വരും വർഷങ്ങളിലെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിലേക്ക് ഇത് നമ്മൾ എടുക്കത്തില്ല. മനസ്സിലായോ? എന്താ പറഞ്ഞേ? ഓരോ വർഷവും കഴിയും തോറും നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഇനിയും വരാനുള്ള വർഷത്തെ ഇൻട്രസ്റ്റുമായിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യത്തില്ല. മനസ്സിലായോ? അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷവും ഒറിജിനൽ പ്രിൻസിപ്പിളിനെ മുൻനിർത്തിയായിരിക്കും അതിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു P ഇൻറ്റു N ഇൻറ്റു R ഡിവൈഡഡ് ബൈ 100, വെയർ P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട്. P എന്താണ്? പ്രിൻസിപ്പൽ എമൗണ്ട്. N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം പീരീഡ്, എത്ര നാളത്തേക്കിനാണ്. ഇപ്പോൾ നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ 3 വർഷത്തേക്കിന് ഞാൻ 1 lakh rupees എടുത്തെങ്കിൽ 1 lakh എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട്. 3 year എന്നുള്ളത് ടൈം പീരീഡ്, ദാറ്റ് ഈസ് N. ഞാനൊരു 10% പലിശയ്ക്കാണ് എടുക്കുന്നതെങ്കിൽ ആ 10% എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ്, ദാറ്റ് ഈസ് R. ഇപ്പോൾ ക്ലിയർ ആയോ? പ്രിൻസിപ്പൽ എമൗണ്ട് എന്താണ്, N എന്താണ്, R എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ടോട്ടൽ എമൗണ്ട്, അപ്പോൾ ഈ പ്രിൻസിപ്പിൾ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ഈ ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ടോട്ടൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? P plus PNR divided by 100, that is principal amount plus simple interest അല്ലേ. PNR by 100 എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പം P plus PNR by 100. ഓക്കെ, അപ്പം പി എ നമ്മൾ രണ്ടിടത്തും കോമൺ ആയിട്ട് പ്രിൻസിപ്പൽ എമൗണ്ട് ഉള്ളതുകൊണ്ട് പ്രിൻസിപ്പൽ എമൗണ്ടിന് നമ്മൾ കോമൺ ആയിട്ട് വെളിയിലെടുക്കുന്നു. ദെൻ പി ഇൻറ്റു 1 പ്ലസ് NR ഡിവൈഡഡ് ബൈ 100. 1 പ്ലസ് 1 എന്തുകൊണ്ടാണ് വന്നത്? രണ്ടിടത്തും രണ്ടിൽ നിന്നും പി കോമൺ ആയതുകൊണ്ട് പി എ ഇങ്ങനെ എടുത്തു, വെളിയിലെടുത്തു, പി കോമൺ ആയിട്ട് വെളിയിലെടുത്തു. ദെൻ പി ഇൻറ്റു 1 പ്ലസ് NR ബൈ 100. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? PNR ഡിവൈഡഡ് ബൈ 100. ടോട്ടൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? P പ്ലസ് PNR ഡിവൈഡഡ് ബൈ 100, ദാറ്റ് ഈസ് P ഇൻറ്റു 1 പ്ലസ് NR ബൈ 100. ഓക്കെ, ദെൻ അടുത്ത എന്താണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. എന്താണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ദ ഇൻട്രസ്റ്റ് ഈസ് ആഡഡ് ടു ദ പ്രിൻസിപ്പൽ അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് പീരീഡ് ടു അറൈവ് അറ്റ് ദ ന്യൂ പ്രിൻസിപ്പൽ ഫോർ ദ നെക്സ്റ്റ് പീരീഡ്. അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്തിനു വേണ്ടിയാണ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഇൻട്രസ്റ്റ്, നമ്മൾ അടയ്ക്കുന്ന ഇൻട്രസ്റ്റ് അതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ടുമായിട്ട് ആഡ് ചെയ്യും. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ബാക്കിയുള്ള ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ നമ്മൾ 1 lakhന് ഒരു വർഷം നമ്മളൊരു 20,000 ഇൻട്രസ്റ്റ് തന്നെ അടച്ചെങ്കിൽ അതിനെ മുൻനിർത്തിയായിരിക്കും അടുത്ത വർഷത്തെ നമ്മൾ അടയ്ക്കേണ്ടത്. അതായത് അതിൻ്റെ ബാക്കിയാണ് അടുത്ത വർഷം നമ്മൾ അടയ്ക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഓരോ വർഷവും കഴിയും തോറും പുതിയ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിരിക്കും അവിടെ വരുന്നത്. Okay, in other words, the amount at the end of the first year will become the principal for the second year. അതായത് ഫസ്റ്റ് ഇയറിൻ്റെ എൻഡിൽ എത്ര എമൗണ്ട് ആണോ കിടക്കുന്നത്, നമ്മൾ അടയ്ക്കുന്നതും അടയ്ക്കാത്തതിനെയും ബേസ് ചെയ്തിരിക്കും കേട്ടോ. അടച്ച് നമ്മൾ പ്രോപ്പറായിട്ട് അടയ്ക്കുകയാണെങ്കിൽ എന്ത് വരും? എമൗണ്ട് കുറഞ്ഞു വരും. നമ്മൾ അടയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? 1 year കഴിഞ്ഞ് കഴിയുമ്പം ഈ ഫസ്റ്റ് പ്രിൻസിപ്പൽ എമൗണ്ടും ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് റേറ്റും കൂടെ ചേർത്തായിരിക്കും എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നെക്സ്റ്റ് ഇയറിലെ പലിശ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ അതർ വേർഡ്സ് ദ എമൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് ഇയർ വിൽ ബിക്കം ദ പ്രിൻസിപ്പൽ ഫോർ ദ സെക്കൻഡ് ഇയർ. ദ എമൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് സെക്കൻഡ് ഇയർ. അതുപോലെ തന്നെ സെക്കൻഡ് ഇയർ വരുമ്പോഴത്തെ എമൗണ്ടിനെ മുൻനിർത്തിയായിരിക്കും അടുത്ത തേർഡ് ഇയറിൻ്റെ പ്രിൻസിപ്പൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നും എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നും ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ അല്ലേ. ഇനി അതിനി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇഫ് പി ഡിനോട്ടഡ് ദ പ്രിൻസിപ്പൾ അറ്റ് ദ ബിഗിനിങ് ഓഫ് പീരീഡ് 1, അതായത് ഫസ്റ്റ് പീരീഡിൻ്റെ തുടക്കത്തിലുള്ള എമൗണ്ട്, അത് ദാറ്റ് ഈസ് പ്രിൻസിപ്പൽ എമൗണ്ട്, അതിനെ നമുക്ക് പി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ഇനി അടുത്ത വർഷത്തെ വരുമ്പോൾ പി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്?
പി അറ്റ് ദ ബിഗിനിങ് ഓഫ് ഇയർ 2, രണ്ടാമത്തെ വർഷത്തിൻ്റെ തുടക്കത്തിൽ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് പി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? പി ഇൻറ്റു 1 + r/100 വിച്ച് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ക്യാപിറ്റൽ ആർ. ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ്, പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻറ്റു ഇൻട്രസ്റ്റ് റേറ്റ്. അതാണ് സെക്കൻഡ് ഇയറിൻ്റെ തുടക്കത്തിലെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത്. ഇനി തേർഡ് ഇയർ വരുമ്പോൾ എങ്ങനെ വരും? കൂടും അല്ലേ? അപ്പോൾ എങ്ങനെ വരും? പി ഇൻറ്റു 1 + r/100 ദ ഹോൾ സ്ക്വയർ. അതായത് 2 വർഷത്തേതും കൂടെ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ പി ഇൻറ്റു r². അപ്പം പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻറ്റു 2 വർഷത്തെ ഇൻട്രസ്റ്റ് റേറ്റ്. മനസ്സിലായോ? അപ്പം ജനറലൈസ് ചെയ്ത് നമുക്ക് എങ്ങനെ പറയാം? പി അറ്റ് ദ ബിഗിനിങ് ഓഫ് ഇയർ n+1 ഇയറിൻ്റെ ബിഗിനിങ്ങിൽ പ്രിൻസിപ്പൽ എമൗണ്ട് പി എങ്ങനെയായിരിക്കും? പി ഇൻറ്റു 1 + r/100 ദ ഹോൾ പവർ n ഈക്വൽ ടു, അതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പി ഇൻറ്റു ഇൻട്രസ്റ്റ് റേറ്റ് ആർ ദ ഹോൾ പവർ n വർഷത്തെ ഇൻട്രസ്റ്റ് റേറ്റ്. അതാണ് n+1 എന്ന് പറയുന്ന ഇയറിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? വേർ ക്യാപിറ്റൽ ആർ നമുക്കറിയാം 1 + r/100 അല്ലേ? ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1 + r/100. ഓക്കെ. ഹെൻസ് ദ എമൗണ്ട് ആഫ്റ്റർ ഇയർ, n വർഷം, അല്ലെങ്കിൽ 6 ഇയേഴ്സ്, എനിവേ എന്താ n എന്ന് പറഞ്ഞാൽ ഏത് എമൗണ്ടോ അല്ലേ? അത്രയും വർഷം കഴിയുമ്പോഴത്തെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? എ ഈക്വൽ ടു പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻറ്റു ഇൻട്രസ്റ്റ് റേറ്റ് ദ ഹോൾ പവർ n, വർഷത്തെ ബേസ് ചെയ്ത്. 6 ഇയേഴ്സ് ആണെങ്കിൽ പി ഇൻറ്റു ആർ ദ ഹോൾ പവർ 6. മനസ്സിലായോ? 4 ഇയേഴ്സ് ആണെങ്കിൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എ ഈക്വൽ ടു പി ഇൻറ്റു ആർ ദ ഹോൾ പവർ 4. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഐ ഈക്വൽ ടു എ മൈനസ് പി. ടോട്ടൽ എമൗണ്ടിൽ നിന്നും പ്രിൻസിപ്പൽ എമൗണ്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ എന്തും കിട്ടും? നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റും കിട്ടും. അപ്പോൾ അതിനെ ജനറലൈസ് ചെയ്ത് എങ്ങനെ എഴുതാം? പി ഇൻറ്റു ഇൻട്രസ്റ്റ് റേറ്റ് ആർ ദ ഹോൾ പവർ n-1. അപ്പോൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പി ഇൻറ്റു ആർ ദ ഹോൾ പവർ n-1. ഓക്കെ. അപ്പം എന്താണ് ഇൻട്രസ്റ്റ്, എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ്, എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് നിങ്ങൾ നല്ല വ്യക്തമായി പഠിക്കുക. അതുകൊണ്ട് ഈ ക്ലാസ്സിൽ ഞാൻ എക്സാമ്പിൾ ചെയ്യിപ്പിക്കുന്നില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സാമ്പിൾ ചെയ്യിപ്പിക്കാം. അതിൻ്റെ ഫോർമുലയും അത് എന്താണ് അത് ഉദ്ദേശിക്കുന്നതെന്നുള്ളതും കറക്റ്റായിട്ട് നോക്കി പഠിക്കുക. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.